കോട്ടയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇത്തവണ ഏറെ ശ്രദ്ധേയമാകുന്ന ഒന്നാണ്. പ്രത്യേകിച്ചും കേരള കോൺഗ്രസ്സുകാരുടെ ഒരു അഭിമാന പോരാട്ടം. ഈ 44 വർഷത്തിന് ശേഷം കേരള കോൺഗ്രസ്സുകാർ പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു മണ്ഡലമാണ്. കോട്ടയത്തിൻ്റെ വിശേഷം അറിയാം. ശ്രീജിത്ത് ചേരുകയാണ്, കൊച്ചി റീജിയണൽ ഹെഡ്. ശ്രീജിത്ത്, ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിനെ വിട്ടിടതു മാറിയ ജോസ് കെ മാണിക്കും ഒപ്പം UDF-നും തുടർന്ന PJ ജോസഫ് വിഭാഗത്തിനും ഇത് ഒരു നിർണായക തെരഞ്ഞെടുപ്പ് എന്ന് തന്നെ പറയാം. ഒപ്പം തന്നെ ഉമ്മൻചാണ്ടിയുടെ മരണശേഷമുള്ള ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ഇപ്പോൾ ആർക്കൊപ്പം നിൽക്കുമെന്നറിയാൻ ഏറെ ആകാംക്ഷയാണ്. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ ചിത്രം ഈ ഒരു അവസാന 48 മണിക്കൂറിൽ വിലയിരുത്തുന്നത്? സൂചിപ്പിച്ചതുപോലെ കോട്ടയത്ത് വല്ലാത്തൊരു മത്സരമാണ് ഇത്തവണ നടക്കുന്നത്. രണ്ട് കേരള കോൺഗ്രസുകൾ നേരിട്ട് ഏറ്റുമുട്ടുകയാണ്. അതായത് 1977 ശേഷം 44 കൊല്ലത്തിന് ശേഷമാണ് കേരള കോൺഗ്രസുകളിങ്ങനെ പരസ്പരം ഏറ്റുമുട്ടുന്നത്. കേരള കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തമായൊരു മണ്ഡലത്തിൽ അവർ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു തീവ്രത ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലെല്ലാം നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. കാരണം ഓരോ മണ്ഡലങ്ങളിലും കൂടിയും സ്ഥാനാർത്ഥികൾ നേരിട്ട് ജനങ്ങളുമായിട്ട് ഇടപഴകി വോട്ട് ചോദിക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇതിനകത്ത് ആരും വിട്ടുകൊടുത്തിട്ടില്ല. തോമസ് ചാഴിക്കാടനാവട്ടെ, ഫ്രാൻസിസ് ജോർജ് ആവട്ടെ, തുഷാർ വെള്ളാപ്പള്ളി ആവട്ടെ, എല്ലാവർക്കും ഇത്തവണത്തെ മത്സരം വല്ലാത്തൊരു അഭിമാന പോരാട്ടം തന്നെയാണ്. ആ കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ടുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു കൊട്ടിക്കലാശമാണ് ഇന്ന് വൈകിട്ടോടുകൂടി അരങ്ങേറാൻ പോകുന്നത്. നിശബ്ദ പ്രചരണത്തിന് തൊട്ടു മുമ്പ് ഈ അവസാന വോട്ടുകളെല്ലാം തന്നെ ഉറപ്പിക്കാനുള്ളൊരു അവസാനവട്ട ശ്രമം. പ്രത്യേകിച്ച് ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ രസകരമായൊരു ഒരുപാട് രാഷ്ട്രീയ ചിത്രങ്ങൾ തെളിഞ്ഞു കാണാൻ സാധിക്കും. ഈ 2019 തെരഞ്ഞെടുപ്പിൽ ഇത്തവണത്തെ തോമസ് ചാഴിക്കാടൻ, ഇപ്പോൾ LDF സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന തോമസ് ചാഴിക്കാടൻ അന്ന് UDF-ലായിരുന്നു. 2019 ആ മത്സരത്തിന് ശേഷമാണ് 2020 അദ്ദേഹം ജോസ് കെ മാണിയോടൊപ്പം LDF പാളയത്തിലേക്ക് ചേക്കേറുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ മത്സരിച്ച് അദ്ദേഹം പരാജയപ്പെടുത്തിയ വ്യക്തിയാണ് ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന VN വാസവനാണ് ഇത്തവണ തോമസ് ചാഴിക്കാടൻ്റെ ആ ഒരു തിരഞ്ഞെടുപ്പിന് പൂർണ്ണമായും ചുക്കാൻ പിടിക്കുന്നതും നിയന്ത്രണം നടത്തുന്നതും. ഫ്രാൻസിസ് ജോർജിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടം എന്ന് പറഞ്ഞാൽ PJ ജോസഫിന് ലോക്സഭാ സീറ്റ് കിട്ടിയൊരു മണ്ഡലം. പ്രത്യേകിച്ച് ജോസ് കെ മാണി വിട്ടുപോയിട്ടും കോട്ടയത്ത് തൻ്റെ ബലം സ്വാധീനം ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമായതുകൊണ്ട് തന്നെ ഇത്തവണ വലിയൊരു മത്സരം കാഴ്ചവെക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം പാലയിലെ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ പരാജയം പൂർണ്ണമായി ഒഴുകിക്കളയാൻ ഈ ഒരു വിജയം കിട്ടിയേ തീരത്തുള്ളൂ. പ്രത്യേകിച്ച് മന്ത്രിസ്ഥാനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് സ്ഥാനമാനങ്ങളും കിട്ടിയെങ്കിലും കോട്ടയത്തെ കേരള കോൺഗ്രസിൻ്റെ കോട്ട, കാരണം 1971 തൊട്ട് കേരള കോൺഗ്രസിൻ്റെ ഒരു മണ്ഡലമായി തുടങ്ങിയ മണ്ഡലമാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ശക്തമായൊരു പ്രചരണമാണ് ഈ ദിവസങ്ങളിലെല്ലാം നടന്നത്. തുഷാർ വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ BDJS-ൻ്റെ ഒരു അധ്യക്ഷൻ തന്നെ നേരിട്ട് മത്സരിക്കുകയാണ്. കഴിഞ്ഞ തവണ PC തോമസ് ആയിരുന്നു NDA സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന് 1.5 ലക്ഷത്തിനടുത്ത് വോട്ട് ഇവിടെ സമാഹരിക്കാൻ കഴിഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ശബരിമല കാലങ്ങളൊക്കെ വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട മണ്ഡലമായിരുന്നു. ഇത്തവണ BDJS-ന് സ്വാധീനമുള്ള വൈക്കമുണ്ട്, ഏറ്റുമാനൂർ, കുമരകം പോലുള്ള മേഖലകളുള്ളതുകൊണ്ട് ഏതാണ്ട് 2 ലക്ഷത്തിലധികം വോട്ടുകൾ തനിക്ക് സമാഹരിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലാണ് അദ്ദേഹം ഇപ്പോൾ ഈ പ്രചരണ നാളുകളിലെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത്. എന്തായാലും വിജയപ്രതീക്ഷ മൂവരും ഒരുപോലെ വെച്ചു പുലർത്തുന്നു. പ്രധാനമായും കോട്ടയത്തിൻ്റെ ചരിത്രം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പരിശോധിച്ചാണ് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം കോട്ടയം എന്ന് പറയുമ്പോൾ UDF-ൻ്റെ ഒരു കോട്ടയായിട്ട് ഒരു ഘട്ടത്തിൽ ചിന്തിച്ചിരുന്നെങ്കിലും 5 തവണ കോട്ടയം ഇടതുപക്ഷത്തേക്ക് മാറി ചിന്തിച്ചിരുന്നു. അതിൽ 4 തവണയും കോട്ടയത്തിൻ്റെ മനസ്സ് ഇടതുപക്ഷത്ത് നിന്ന് കീഴടക്കിയത് സുരേഷ് കുറുപ്പായിരുന്നു. അപ്പോൾ സുരേഷ് കുറുപ്പിൻ്റെ ഒരു സ്വാധീനം, ഒരു വ്യക്തിപരമായൊരു സ്വാധീനമുണ്ട്. ആ കാലഘട്ടങ്ങളിൽ അദ്ദേഹം തോൽപ്പിച്ച വമ്പന്മാരുടെ ചിത്രം നമുക്കൊന്ന് തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ ആൻ്റോ ആൻ്റണി ഉണ്ട്, അതിനകത്ത് രമേശ് ചെന്നിത്തലയുണ്ട്, PC ചാക്കോയുണ്ട്. ഇവരെയൊക്കെ തോൽപ്പിച്ചാണ് കോട്ടയത്തിൻ്റെ കോട്ട, അതായത് UDF-ൻ്റെ കോട്ട സുരേഷ് കുറുപ്പ് പിടിച്ചെടുത്തത്. ഇത്തവണ അതിനൊരു സ്വാധീനം കേരള കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്ക് കൂടി കിട്ടുമ്പോൾ LDF-ന് കിട്ടുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം 2 കേരള കോൺഗ്രസുകൾ നേരിട്ട് ഏറ്റുമുട്ടുമ്പോൾ കേരള കോൺഗ്രസിൻ്റെ വോട്ടും LDF-ൻ്റെ വോട്ടും കൂടി ഒരുമിച്ച് വരുമ്പോൾ LDF-ന് ഒരു സ്വാഭാവികമായിട്ടും കിട്ടുന്നൊരു മേൽക്കൈ ഉണ്ടാകും. പ്രത്യേകിച്ച് പുതുപ്പള്ളിയിലും കടുത്തുരുത്തിയിലും പിറവത്തുമൊക്കെ കഴിഞ്ഞ തവണ കിട്ടിയ UDF-ന് കിട്ടിയ വോട്ടുകൾ അത്ര തന്നെ ഇത്തവണ ഇങ്ങോട്ട് കിട്ടണമെന്നില്ല. വൈക്കം LDF-ന് സ്വാധീനമുള്ള മണ്ഡലമാണ്, ഏറ്റുമാനൂർ LDF-ന് സ്വാധീനമുള്ള മണ്ഡലമാണ്. ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ച ഈ ഒരു പുതുപ്പള്ളിയും പിറവവും കടുത്തുരുത്തിയിലെ സ്വാധീന ശക്തി കൂടി ചേരുമ്പോൾ LDF-ന് ഒരു മേൽക്കൈ കിട്ടിയേക്കാം എന്നുള്ള തോന്നലുണ്ട്. പക്ഷേ തീർച്ചയായും UDF-ൻ്റെ അനുകൂല ഘടകങ്ങൾ ഈ മണ്ഡലത്തിൽ വളരെ കാര്യമായി തന്നെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. തോമസ് ചാഴിക്കാടനാവട്ടെ ഏറ്റുമാനൂരിനെ പ്രതികരിച്ച് ഇവിടെ മണ്ഡലത്തിൽ പരിചിതമായൊരു മുഖമാണ്. കോട്ടയത്തിൻ്റെ തന്നെ സ്ഥാനാർത്ഥി, സ്വന്തം മണ്ഡലത്തിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഫ്രാൻസിസ് ജോർജ് പുറത്തുനിന്ന് വന്നതാണെങ്കിൽ കൂടി KM ജോർജിൻ്റെ മകൻ എന്നുള്ള രീതിയിൽ കോട്ടയത്തുകാർക്ക് വളരെ മനസ്സിൽ ഇഴയെടുപ്പ് സൂക്ഷിക്കുന്ന ആളാണ്. തുഷാർ വെള്ളാപ്പള്ളി ആവട്ടെ SNDPക്ക് നല്ല സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് ഈ കോട്ടയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ BDJS എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ, കോട്ടയത്തിൻ്റെ മനസ്സ് ആർക്കൊപ്പം എന്നറിയാൻ ഇനി 48 മണിക്കൂറിൻ്റെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. 48 മണിക്കൂറിൽ കോട്ടയത്തെ ജനം വിധിയെഴുതും. ശ്രീജിത്താണ് വിവരങ്ങളുമായി ചേർന്നത്.
കാണാം.